നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. പല്ലിനനുബന്ധമായ ചികിത്സകളും രീതികളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ അഷ്നയാണ് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ റൂട്ട് കനാൽ പോലുള്ള ഒരു ശസ്ത്രക്രിയകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കൽ തുടങ്ങിയ ഈ സങ്കീർണമായ അവസ്ഥകളിലൊക്കെ സാധാരണ നൽകുന്നത് കോൺഷ്യസ് സെഡേഷൻ ആണല്ലോ. വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് കോൺഷ്യസ് സെഡേഷൻ? സാധാരണയായി നമ്മൾ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ കോൺഷ്യസ് സെഡേഷൻ അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ സാധാരണ ഇതിനൊരു അവയർനെസ് കുറവുള്ളത് കൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തത്. ഇത് ഒരു മെഡിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബോധം കെടുത്തുവാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ വളരെ ലോക്കലായിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം ഒരു സെഡേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിൻ്റെ ഒരു ബ്രിഡ്ജിങ് സംഭവമാണ് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുമൂലം പേഷ്യൻസിന് ഉണ്ടാകുന്ന ആകാംക്ഷ എല്ലാം നമുക്ക് നല്ല രീതിയിലായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ വേദന, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കോൺഷ്യസ് സെഡേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇതിപ്പോൾ മാം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതൊരു സാധാരണ സെഡേഷനിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാവുന്നു. അതെങ്ങനെയാണ് അത്തരത്തിലൊരു സാധാരണയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? എങ്ങനെയാണ്? ഇപ്പോൾ മുഴുവനായിട്ടുള്ളൊരു സെഡേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സെഡേഷൻ നൽകുമ്പോൾ അതെങ്ങനെയായിരിക്കും? നമുക്ക് സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ അനസ്തീഷ്യ എന്ന് പറയും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ബോധം കെടുത്തി നമ്മൾ തിയേറ്ററിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് ജനറൽ അനസ്തീഷ്യ. അതേസമയം നമുക്കൊരു ലോക്കലായിട്ട് കൊടുക്കുന്ന ഒരു അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ആ ഒരു സൈറ്റിൽ, ഏത് സൈറ്റിലാണോ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈറ്റിലേക്ക് മാത്രം ലഭ്യമാവുന്ന ഒരു അനസ്തീഷ്യയാണ് ലോക്കൽ അനസ്തീഷ്യ. എന്നാൽ ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന കോൺഷ്യസ് സെഡേഷൻ. ഈ കോൺഷ്യസ് സെഡേഷനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഇൻഹലേഷൻ സെഡേഷൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ പൊതുവെ ഞാനിപ്പോൾ ഈ പറയുന്ന നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ, പണ്ടെല്ലാം നമ്മൾ ലോഫിംഗ് ഗ്യാസ് എന്നുള്ള പേരിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. അത് തന്നെയാണ് ഈ ഇൻഹലേഷൻ സെഡേഷനിൽ വരുന്ന നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ. പിന്നെ രണ്ടാമത്തത് ഓറൽ സെഡേഷൻ ആണ്. അതായത് നമ്മൾ ട്രീറ്റ്മെന്റിന് മുമ്പ് മെഡിസിൻ എടുത്തിട്ട് സെഡേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. പിന്നെ മൂന്നാമതായിട്ട് ഇതിൽ കോൺഷ്യസ് സെഡേഷനിൽ വരുന്നത് IV സെഡേഷൻ ആണ്. ഇതിൽ നമ്മൾ വെയിൻ വഴിയാണ് നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുന്നത്. ഇതിലെല്ലാം ബേസിക്കലി പേഷ്യൻ്റ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു ഫേസിലാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ ബോധം കെടുത്തുന്നില്ല. ഞാനിവിടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ നൈട്രസ് ഓക്സൈഡ് സെഡേഷൻ അല്ലെങ്കിൽ മോഡറേറ്റ് സെഡേഷൻ എന്നുള്ള ടെക്നിക്കിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ദന്ത ചികിത്സയിലെ കോൺഷ്യസ് സെഡേഷൻ ഒരു പ്രാധാന്യം അതെങ്ങനെയാണ്? കാരണം ഇപ്പോൾ പല്ലെടുക്കാൻ വരുന്നവരായാലും അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ വരുന്നവരായാലും അവരുടെ ഒരു ബേസിക്കലി എനിക്ക് മനസ്സിലായത് അവരുടെ ഒരു പേടി മാറ്റുക എന്നുള്ളതാണ്. വേദന ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി വരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് നൽകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഒരു പ്രാധാന്യം അത് ഈ ദന്ത ചികിത്സയെ ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? സാധാരണയായി നമ്മൾ ഈ കോൺഷ്യസ് സെഡേഷൻ കൊടുക്കുന്ന ഏത് വിഭാഗം പേഷ്യൻസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി നമ്മളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ വളരെ പേടിയാണ്. ചിലപ്പോൾ ആ സൗണ്ട് ആകാം, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേദനയെക്കുറിച്ചുള്ള ഭയമാകാം. അപ്പം അങ്ങനെ ആ ഫോബിയ ഉള്ള പേഷ്യൻസിന് വളരെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മെത്തേഡാണ് കോൺഷ്യസ് സെഡേഷൻ. ഇനി അതല്ലെങ്കിൽ കുട്ടികൾക്ക് പൊതുവെ ചിലപ്പോൾ ആദ്യമായിട്ട് ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാകാം. അതല്ലെങ്കിൽ ചില സ്പെഷ്യൽ നീഡ് കുട്ടികളുണ്ട്, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, മെന്റലി ആവാം, ഫിസിക്കലി ആവാം, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റീസ് ഉള്ള അഡൾട്ട്സ് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റെപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് വരുമ്പോൾ ചിലപ്പം അൺകോപ്പറേറ്റീവ് ആകാം. അങ്ങനത്തെ കേസുകളിൽ അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ചില ചികിത്സാ രീതികളുണ്ട് ഡെന്റലിൽ തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ അതല്ലെങ്കിൽ ചിലർക്ക് പെയിൻ ത്രഷോൾഡ് വളരെ കുറഞ്ഞ ആൾക്കാരുണ്ട്, വേഗം വേദന അനുഭവപ്പെടും. അപ്പം അത് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക്. പിന്നെ അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഡെന്റൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വായിലേക്ക് പോകുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ഗ്യാഗ് റിഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു ഓക്കാനം വരുന്നത് കൊണ്ട് നമുക്കത് രോഗിക്കും ബുദ്ധിമുട്ടാണ്, അത് ചെയ്യുന്ന ഡോക്ടർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പേഷ്യൻസിനെ കാമാക്കി നമുക്ക് ഈ പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇതിൽ തന്നെ നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഷ്യസ് സെഡേഷൻ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു കൈ പൊക്കണമെങ്കിൽ വളരെ ആയാസത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻ കേട്ട് പൊക്കാനും താത്താനും ഒക്കെ പറ്റും. പക്ഷേ ഈ ഒരു മൈൽഡ് സെഡേഷനിൽ നിൽക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ കോൺഷ്യസ് സെഡേഷൻ എടുക്കുന്ന പേഷ്യൻറ്റിന് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത്രയും കൈ പൊക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് ആ കൈ പൊങ്ങില്ല ആ ഒരു ലെവൽ വരെ. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കുറയും. അത് സുഖമായിട്ട് നമുക്ക് അവിടെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഓരോ ഏജിലുള്ളവർ അവിടെ വരുമ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ കോൺഷ്യസ് സെഡേഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാ പ്രായത്തിലുള്ളവർക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ളൊരു ദോഷമൊന്നുമില്ല? കൊച്ചു കുട്ടികൾക്കായാലും വലിയവർക്കായാലും അങ്ങനെ കൊടുക്കുന്നതിനൊരു ഏജ് വൈസ് അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? നമുക്കിതിൽ മെയിനായിട്ടും ഏജ് അല്ല ഒരു ഫാക്ടർ ആയിട്ടുള്ളത്. മെഡിക്കലി ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി അവർക്ക് വേറെ ലൈക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസോ അല്ലെങ്കിൽ ചില സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻസ് വരാത്ത രീതിയിൽ അങ്ങനെ ചില പ്രിക്കോഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറിലേക്ക് പോകുന്നത്. അവർ ഫിറ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇതിപ്പം ഇഞ്ചക്ഷൻ രീതിയിൽ തന്നെയല്ലേ ഇത് കൊടുക്കുന്നത്? അതിപ്പോൾ ഇഞ്ചക്ഷൻ അല്ല. അതിന്റെ രീതി ഒന്ന് പറയാം, ഏത് രീതിയിലാണ് ഈ സെഡേഷൻ കൊടുക്കുന്നത് എന്നുള്ളത്? നമുക്ക് അതായത് ഇതൊരു എക്യുപ്മെന്റ് ആണ്. കോൺസെർട്ട് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ അകത്ത് നമുക്കൊരു മാസ്ക് ഉണ്ട്. മാസ്ക് വഴി നൈട്രസ് ഓക്സൈഡ് നമ്മൾ ഇൻഹലേഷൻ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 സിലിണ്ടേഴ്സ് ഉണ്ട്. ഓക്സിജൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. 2 സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ടിലുള്ള വേരിയേഷൻ വെച്ചിട്ട് നൈട്രസ് പതുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ആ പേഷ്യൻറ്റിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്രത്തോളമാണ് ആവശ്യമുള്ളത് അവിടെ വെച്ച് നമ്മൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. എന്നിട്ട് അതായത് നമ്മൾ ഉറങ്ങണ്ട, പേഷ്യൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മയക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ അതിന് മുമ്പുള്ളൊരു ഫേസ് ഉണ്ട്. അതായത് പേഷ്യൻറ്റിന് കൈ പൊക്കാനോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇത് കുറവായിരിക്കും. ആ ഒരു ഫേസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കറക്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ കോൺഷ്യസ് സെഡേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാതിരിക്കുന്നില്ല. പക്ഷെ അത് കൊടുക്കുന്ന ആ പ്രിക്കോ ഇഞ്ചക്ഷൻ്റെയോ പെയിൻ അവിടെ അറിയുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും പേടിച്ചിട്ടായിരിക്കും അങ്ങോട്ട് വരുന്നത്. ആ സീറ്റിൽ ഇരിക്കുന്നതും ഒക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇപ്പോൾ മാം പറഞ്ഞല്ലോ ഇപ്പോൾ മെഷീൻ ഉപയോഗിച്ചാണ് ഇത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുക? അതിപ്പോൾ വേദന ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ മരവിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഇത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്? ഇത് കൊടുക്കുമ്പോൾ ആ ഭാഗം മരവിക്കുകയല്ല ചെയ്യുന്നത്. ആക്ച്വലി ഇത് പേഷ്യൻറ്റിനെ കാമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഈ 2 സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് നൈട്രസ് ഓക്സൈഡിൻ്റെ ഒരു ലെവല് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ പേഷ്യൻറ്റിന് ഒരു പകുതി മയക്കത്തിലെന്ന് പറയില്ലേ എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. അല്ലാതെ ആ ഭാഗം മരവിച്ച് പോകുന്നില്ല. അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് കുറയുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ, അതായത് എനിക്കിപ്പോൾ ഈ സൈഡിലൊരു പല്ലെടുക്കാനാണെങ്കിൽ ആ ഭാഗത്ത് നമ്മളവിടെ മരവിപ്പ് കൊടുക്കും. ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ആ പല്ലെടുക്കുക. നമ്മൾ ഈ കോൺഷ്യസ് സെഡേഷൻ കൊടുത്തോണ്ട് ആ ഭാഗം മരവിക്കില്ല. അതിലേക്ക് എത്തുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് കോൺഷ്യസ് സെഡേഷൻ. അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ പേഷ്യൻറ്റിനെ വളരെ പേടിച്ചിരിക്കുന്ന ഒരു പേഷ്യൻ്റ്, ആ ചെയറിലേ ഇരിക്കാത്ത ഒരാളെ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് പല്ലെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന ഒരു മിഡ് പ്രൊസീജിയർ ആണ് ഈ കോൺഷ്യസ് സെഡേഷൻ. ഇതിപ്പോൾ എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെ ഇത് കൊടുക്കേണ്ടി വരാറുണ്ടോ? അതായത് ഇപ്പോൾ ഇതൊരു മസ്റ്റ് എന്നുള്ള രീതിക്കാണോ ഇതെന്ത് ചികിത്സയിൽ ഇത് കൊടുക്കുന്നത്? അതല്ലെങ്കിൽ രോഗിയെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം അവരുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ വരുള്ളൂ? അതെ, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് എല്ലാ കേസുകളിലും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഈ പറഞ്ഞ മാതിരി പേഷ്യൻ്റ് തീരെ കോപ്പറേറ്റ് ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ വളരെയധികം വേദനയെ പേടിക്കുന്ന ഒരവസ്ഥ, ഒട്ടും ടോളറേറ്റ് ചെയ്യാത്ത അവസ്ഥ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻഡ് കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ് കിഡ്സ്, അങ്ങനെ ഗ്യാഗ് വരുന്ന ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് കോൺഷ്യസ് സെഡേഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ എല്ലാ കേസിലും കോൺഷ്യസ് സെഡേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ഇടയിൽ ഇതെന്ത് ചികിത്സ അല്ലെങ്കിൽ ഇതെന്ത് സംരക്ഷണം കൂടി ഞാനൊന്ന് ചോദിച്ചു പോവുകയാണ്, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ. ഇപ്പോൾ കുട്ടികളുടെ ഏത് വയസ്സിൽ വെച്ചിട്ടാണ് കുട്ടികൾക്ക് പല്ല് പോകേണ്ട ഒരു സ്ഥിതി വരുന്നത്? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, വളരെ ചെറുതിലേ തന്നെ പല്ല് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് പോകുന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു കേട്ടുകേൾവിയുണ്ട്. സത്യമാണോ എന്നറിയില്ല. പക്ഷേ നോർമലായിട്ട് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് പല്ല് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് പല്ല് പോയി തുടങ്ങേണ്ടത്? ഓക്കെ, ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് വരുന്ന കാര്യം മുതൽ പറയാം. നമ്മൾ ആദ്യമായിട്ട് വായിൽ പല്ല് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ദന്ത സംരക്ഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം മുതൽ നമ്മൾ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. അത് നമ്മളൊരു ഫിംഗർ ബ്രഷ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പല്ല് വരുന്നതിന് മുമ്പ് ഗം പാഡ് എന്നാണ് നമ്മൾ ആ മോണയുടെ ഭാഗങ്ങളെ പറയുന്നത്. അതൊരു വൃത്തിയുള്ള തുണി കൊണ്ട് നനച്ച് വൃത്തിയാക്കേണ്ടതാണ് ഫീഡിങ് ടൈമിൽ. അപ്പം മുതലേ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. പല്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ചെറിയ ഫിംഗർ ബ്രഷ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യേണ്ടതാണ്. ഇനി പല്ല് പോകുന്നൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൽപ്പല്ല് പോയിട്ട് പുതിയ പല്ലുകൾ, പെർമനന്റ് പല്ലുകൾ മുളച്ചു തുടങ്ങുന്നത് ഏകദേശം ഒരു 6 വയസ്സ് പ്രായത്തിലാണ്. ഇപ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ ഒരു 5 വയസ്സിലൊക്കെ പല്ല് കൊഴിഞ്ഞ് പുതിയ പല്ല് വരാറുണ്ട്. അതിലൊന്നും ടെൻഷൻ വരേണ്ട കാര്യമില്ല. ചെറിയ വേരിയേഷൻസ് ഒക്കെ സ്വാഭാവികമാണ്. പിന്നെ നല്ല രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ദന്ത സംരക്ഷണം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളൊരു പീരിയോഡിക് ആയിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഫില്ലിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൈയോടുകൂടി തന്നെ അതെല്ലാം ഫില്ല് ചെയ്ത് സേഫ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് വെച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞ് വേദന വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി റൂട്ട് കനാലിലേക്കോ അല്ലെങ്കിൽ പല്ലെടുത്ത് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്കോ വന്നേക്കാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ദന്ത സംരക്ഷണം നടത്താവുന്നതാണ്. ഇപ്പോൾ പല്ല് പോയില്ലെങ്കിൽ ഡോക്ടറിനെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതായത് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര വയസ്സ് വരെ നമ്മൾ നോക്കിയിരിക്കണം? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പല്ല് പോയാൽ മതി, അങ്ങനെ കണക്ക് കൂട്ടിയാലും മതിയാവുമോ? അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ മാതിരി പല്ല് പുറത്തേക്ക് വരാത്ത അവസ്ഥകളൊക്കെ വരാം. ഒരു പ്രായം, അതായത് ഓരോ പല്ലിനും പോകുന്നതിന് ഓരോ പ്രായമുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നില്ല, ഒരുപാട് കാലമായിട്ട് റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു എക്സ്റേ എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ റീസൺ നമുക്ക് മനസ്സിലാവുന്നത്. ചില സിറ്റുവേഷനെങ്കിലും നമ്മൾ അനോഡോൺഷ്യ എന്നൊക്കെ പറയും, അതായത് പല്ലേ ആ ഭാഗത്ത് ഇല്ലാത്തൊരവസ്ഥ. അപ്പം എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയാലാണ് മനസ്സിലാകുന്നത്. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഇൻസിഷനൊക്കെ ഇട്ടുകൊടുത്ത് പല്ലെടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ചിലപ്പോൾ നമുക്ക് പല്ല് പുറത്തേക്ക് വരാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം എന്താണെന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഡെന്റിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും ഉത്തമം. ഞാൻ വീണ്ടും നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഈ കോൺഷ്യസ് സെഡേഷനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൻ്റെ കൂടുതൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതും ഏതൊക്കെ രീതിയിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത്? ഇന്ന പ്രായത്തിലുള്ളവർക്ക് ഇന്നത് ആ രീതിയിലാണോ അത് ഉപയോഗിക്കേണ്ടത്, അതോ അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ്? ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രായം അനുസരിച്ചല്ല, അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഒരു ടൈപ്പേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വലിയവർക്ക് വേറെ ടൈപ്പ്, അങ്ങനെയുണ്ടോ ഈ കോൺഷ്യസ് സെഡേഷൻ? അങ്ങനെയില്ല, നമുക്ക് ഒരൊറ്റ യൂണിറ്റ് ആണുള്ളത്. അതായത് കോൺഷ്യസ് സെഡേഷൻ ഒരൊറ്റ യൂണിറ്റ് തന്നെയാണുള്ളത്. ഇതിൽ ഓരോ മനുഷ്യനും സെഡേറ്റ് ആവുന്ന, അല്ലെങ്കിൽ സെഡേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞൊരു ഫേസിലേക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാവുന്ന ആ ഒരു ഫേസ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് കുറച്ച് എമൗണ്ട് ഓഫ് നൈട്രസ് ഓക്സൈഡ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ഫേസിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് സുഗമമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഒത്തിരി നൈട്രസ് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർ ആ ഒരു ഫേസിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാതെ അത് ഏജ് ഒരിക്കലും അതിനൊരു ഫാക്ടർ അല്ല. ആ പേഷ്യൻ്റ് എത്രത്തോളം ആ നൈട്രസ് ഓക്സൈഡിന് ഇതാവുന്നുണ്ടോ, ലൈക്ക് എത്രത്തോളമാണ് ആവുമ്പോഴാണ് അവർക്ക് ആ ഫേസിലേക്ക് എത്താൻ പറ്റുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സെഡേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടറിന് ഒരുപാട് പേഷ്യൻസ് എല്ലാ ദിവസവും കാണുന്നുണ്ട്. അതിൽ സാധാരണമായിട്ട് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്ന ഈ പല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കുമല്ലോ. ഈ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണപ്പെടുന്ന പല്ലുമായി ബന്ധപ്പെട്ട് ഒരു ഏജിൽ കാണപ്പെടുന്ന ഒരു അസുഖം അത് ഏത് തരത്തിലാണ്? പ്രധാനമായിട്ടും കുട്ടികൾക്ക് കാണുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് കേടുവരുന്നത് തന്നെയാണ്. അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, അതായത് സ്വീറ്റ്സ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല്ലിന് കേടുകൾ കൂടുതൽ വരുന്നത്. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു പോട് കാണുമ്പോഴത്തേക്കും അത് ഫില്ല് ചെയ്യാതെ വേറെ പ്രത്യേകിച്ച് സിംറ്റം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വെച്ചിരുന്ന് അത് പിന്നെ സ്വെല്ലിംഗ് ആയി ബുദ്ധിമുട്ടായി അതിലേക്കൊക്കെ പോകുമ്പോഴാണ് കുറച്ചും കൂടെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സിലൊക്കെ പോകേണ്ടി വരുന്നത്. പിന്നെ അതുപോലെ ഇപ്പം ഈ കേട് പോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ഹാബിറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക്. അതായത് ഈ നഖം കടിക്കുന്നത് മുതൽ അല്ലെങ്കിൽ വിരലുമ്പുന്നത് മുതൽ അങ്ങനെ ചെറിയ വായ തുറന്നുറങ്ങുക, ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനെല്ലാം നമുക്ക് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാവുന്ന അപ്ലയൻസ് അതായത് പ്രായത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക് ചിലത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ സർജിക്കൽ കറക്ഷനിലേക്ക് വരെയൊക്കെ പോകേണ്ടി വന്നേക്കാം. ഇപ്പോൾ ഞാൻ വളരെയധികം എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ വായ തുറന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ വായ തുറന്ന് ഉറങ്ങുന്നത്? ഒരു പക്ഷേ ചിലപ്പോൾ മൂക്കിൻ്റെ പുറകിലുള്ള ഒരു ദശ ഉള്ളതുകൊണ്ടായിരിക്കാം, അഡിനോയിഡ് എന്ന് പറയും, ഈ ഒരു പ്രോബ്ലം കാരണമായിരിക്കാം. ഇത് നമ്മൾ ആക്ച്വലി ഒരു ENT സർജനെ കണ്ട് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈക്ക് വായ കൂടെ ശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ശ്വസനം ശരിയല്ല. അപ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് കുട്ടികളുടെ പഠനത്തെ വരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സംഭവമാണ്. മറ്റൊരു കാര്യമുള്ളത്, നമുക്കറിയാം ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിൻ്റെ കൂടി മേധാവി കൂടിയാണ് ഡോക്ടർ. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ചും കൂടി പറയാം. അവിടെ സാധാരണയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നടത്തുന്ന ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചും കൂടി പറയുമോ? ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇതൊരു ബൊട്ടീക്ക് ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഹോസ്പിറ്റലാണ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ. ബൊട്ടീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ, അതായത് എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ മദർ, എൻ്റെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ അത്രയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുക. അതുപോലെ വെയിറ്റിംഗ് അവേഴ്സ് ഒക്കെ പരമാവധി കുറക്കുക. പൊതുവേ ഹോസ്പിറ്റലുകളിലുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റിംഗ് കുറച്ച് കൂടുതലായിട്ടൊക്കെ വരും. അപ്പം ചെന്നാൽ അധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കണം. അതും പ്രീമിയം കെയർ കൊടുക്കാൻ പറ്റണം. എന്നാൽ വലിയൊരു റേറ്റിലേക്കൊന്നും പോകാതെ നമുക്കൊരു അഫോർഡബിൾ റേറ്റിംഗിൽ പ്രീമിയം കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിൻ്റെ നമ്മൾ ഒരു വിഷനായിട്ട് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ്. ഇത് നമ്മളൊരു 5 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലാണ്. പിന്നെ ഇത് ഒരു കോവർക്കിംഗ് സ്പേസ് ഫോർ ഡോക്ടേഴ്സ് എന്ന് പറയും. അതായത് ഷെയർഡ് ഹോസ്പിറ്റൽ സ്പേസ് ആണ്. നമ്മളുടെ ഒരു പാനലിൽ ഏകദേശം 250-300ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഫ്രീ ആയിട്ട് വന്ന് അവരുടെ സമയത്തിനനുസരിച്ച് ഇവിടെ വന്ന് സർജറി ആവട്ടെ നമുക്ക് ചെയ്തു പോകാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ അവൈലബിൾ ആണ്. OP ആവട്ടെ സർജറി ആവട്ടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ, സ്പൈൻ, പ്ലാസ്റ്റിക് സർജറി, ജനറൽ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി, ഡെന്റൽ, ENT സർജറീസ്. പിന്നെ നമുക്കുള്ള ഫെസിലിറ്റീസ് മെയിനായിട്ടും നമുക്ക് OP റൂംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്റേ ലാബ് ഉണ്ട്, ഒരു 24 hours ഫാർമസി, പിന്നെ ഇൻ ഹൗസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ആൻഡ് ഡെന്റൽ യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ മരുന്നുകളെല്ലാം പുറത്തേക്കാണെങ്കിലും ലൈക്ക് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ സൈക്യാട്രി ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിങ് ആണ് നമുക്കുള്ളത്. ഇതൊക്കെയാണ് ബേസിക് ഫെസിലിറ്റീസ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത്. വളരെ നന്ദി ഡോക്ടർ ഹിയർ പരിപാടി അതിഥിയായെത്തിയതിന്. നമുക്ക് ദന്ത സംരക്ഷണം ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ദന്തൽ സർജനായിട്ടുള്ള ഡോക്ടർ അഷ്നയാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. ഡോക്ടർ വളരെ നന്ദി സംസാരിച്ചതിന്. താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.